പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുക എന്നത് ആത്മീയ ജീവിതത്തിൽ ഏറ്റവും മാധുര്യം അനുഭവിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് തരാൻ ഒരു മടിയുമില്ലാത്ത ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊടുത്താലോ? 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ, ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇവിടെ ഇസ്രായേലിലെ മധുരഗായകനായ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന ദാവീദ് ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുവാൻ ഇടവരുമ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ദാവീദാണ് ദൈവസന്നിധിയിൽ തന്റെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുവാൻ ഇടവരുന്നത്. കാട്ടിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്നവൻ രാജപദവിയിലേക്കുള്ള ഒരു വിളിയും ഒരു തെരഞ്ഞെടുപ്പും, രാജകൊട്ടാരത്തിൽ മധുരഗായകനായി ദൈവത്തെ പാടി ആരാധിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ദാവീദ് തന്റെ ജീവിതം ദൈവത്തിന് കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതാണ് നമുക്ക് കാണാൻ ഇടവന്നത്. ദൈവശക്തനായതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ അനുഗ്രഹത്തെ അനുഭവിച്ച കടന്നുപോയത്. മല്ലനായ ഗോലിയാത്തിനെ കല്ലാൽ എറിഞ്ഞു വീഴ്ത്തി പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കൃപ കൂടെയുള്ളവൻ. ദൈവം കൂടെയുണ്ടെങ്കിൽ പരാജയപ്പെടുത്തുന്ന ദൈവപ്രവൃത്തിയെ അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ ഒന്ന്, ദൈവം വാഗ്ദത്തം ചെയ്താൽ അത് നടത്തി അവൻ കൊടുക്കും. 2, ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുന്നവർ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവം കൂടെയുള്ള ഒരു മനുഷ്യന് ദൈവം നടത്താതിരിക്കുമോ? പ്രിയമുള്ളവരെ, ദാവീദിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങളെ പഠിക്കാൻ കഴിയും. 1, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോൾ ദൈവത്തിനു വേണ്ടി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ മുതൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി കടന്നു വരുന്നത് കാണാൻ കഴിയും. 2, നാം ദൈവത്തിന്റെ വാഗ്ദത്തം, നമുക്ക് വേണ്ടിയുള്ള ദൈവിക വാഗ്ദത്തം ചെയ്താൽ അത് അവൻ നടപ്പാക്കും. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അത് അവൻ നമ്മളെ ഉറപ്പിച്ചു നിർത്തുവാൻ ഇടവരുത്തും. 3, ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്ക് നാം എന്നും നന്ദിയുള്ളവരും അവന്റെ മുമ്പിൽ കടപ്പെട്ടവരുമായി മുട്ടുമേൽ പ്രാർത്ഥനയോടെ ഇരിക്കാൻ കഴിയുന്നവരാകണം. ഇവിടെ എഫെസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വചനം പറയുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യധികപരമായി ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവം നമുക്ക് ചെയ്തു തരാതിരിക്കുമോ? ദാവീദ് എന്ന ഒരു കുടുംബത്തിൽ 8-ാമനായവൻ 7 പേരും യുദ്ധവീരന്മാരായി യുദ്ധസന്നിധിയിൽ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആടുകളെ മാത്രം മേയിച്ചുള്ള പരിചയമുള്ളവനായ ദാവീദ്, പ്രിയമുള്ളവരെ, ദൈവസന്നിധി രാജാവായി മാറാൻ ഇടവന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിശ്വസ്തതയുള്ളതായിരിക്കണം. ദാവീദിനോട് ചോദിക്കുകയാണ്, നിന്റെ യോഗ്യത എന്താണ്? എന്നെ ഏൽപ്പിച്ച് ആടുകളെ പിടിക്കാൻ വന്ന മൃഗങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ അതിനെ ചീന്തിക്കളയുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് ശൃംഖമാണെങ്കിലും പുലിയാണെങ്കിലും അത് എത്ര വലിയ ആരോഗ്യവാനായ അല്ലെങ്കിൽ ആരോഗ്യമുള്ള മൃഗമാണെങ്കിൽ പോലും എനിക്ക് തന്ന ആട്ടിൻകൂട്ടത്തിൽ ഒന്നുപോലും നഷ്ടപ്പെടുവാൻ ദൈവം എന്നെ ഇടയാക്കാതെ നിർത്തി സൂക്ഷിപ്പുകാരനാക്കി മാറ്റി. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ദൈവപ്രവൃത്തി, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ
നമ്മളെ ദൈവം അത്യധികം ഉയർത്തും. അവന്റെ ശക്തമായ കരച്ചിന് കീഴിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഭവനത്തെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെയും മക്കളെയും നമ്മുടെ ആവശ്യങ്ങളെയും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ കൊടുത്താൽ നമുക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ കരം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുത പ്രവൃത്തിയാക്കി അങ്ങ് മാറ്റണം. അനുഗ്രഹിക്കുന്ന കരം വയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.